കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്താൽ തന്നെ ആദ്യം നമ്മൾ ചിന്തിക്കുക കല്യാണ സാരിയെക്കുറിച്ചായിരിക്കും അല്ലേ. എൻ്റെ കല്യാണ സാരി മയിൽപ്പീലി പച്ച കളറായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ കല്യാണ സാരിയുടെ കളർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ. ഓൾറെഡി മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്തതായിരുന്നു എനിക്ക് മയിൽപ്പീലി പച്ച തന്നെ വേണമെന്ന്. മയിൽപ്പീലി നീല വേറൊരു കളറാണ്. മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മയിൽപ്പീലി ചൂടിക്കൊണ്ടും പാട്ട് തല തിരിഞ്ഞു പോയി എന്ന് തോന്നുന്നു. പക്ഷെ പറയുന്നത് ശരിക്കും പറയാം, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സിൻ്റെ കളർ മഞ്ഞയായിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണത്തിന് മയിൽപ്പീലി പച്ച തന്നെ വേണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. കാരണം പാട്ടുമായിട്ട് കണക്ട് ചെയ്തട്ടോ. അങ്ങനെയാണ് ഈ സാരി ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഈ സാരി എടുത്തപ്പോൾ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ നമ്മളല്ലേ ഉടുക്കുന്നത്, നമ്മുടെ ഇഷ്ടമല്ലേ വേണ്ടത്. കല്യാണത്തിന് ഉടുത്ത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ വലിയ ബോർഡർ ഉള്ളതും കോൺട്രാസ്റ്റ് വരുന്നതും എന്തുകൊണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ജ്വല്ലറിയും മാലയും പൂവും എല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഷോർട്ട് ഗേളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വലിയ ബോർഡറുള്ള സാരിയൊക്കെ ഉടുത്താൽ ഒന്നും കൂടി എന്നെ ഷോർട്ടായിട്ട് തോന്നും. പക്ഷേ ഈ സാരി ഉടുത്തത് കൊണ്ട് തന്നെ കുറച്ച് എന്നെ കണ്ട് എല്ലാവരും പറഞ്ഞു വലിയ പെൺകുട്ടികളെ പോലെ തോന്നി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരേ ഡിസൈൻ ചൂസ് ചെയ്യാനുള്ള കാരണം കുറച്ച് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.